ആദ്യം ശ്രീ റോണി കെ ബേബി, ഇതിൽ പ്രതിപക്ഷത്തിന് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബജറ്റ് എന്ന പതിവ് വിമർശനം ഉന്നയിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. അതൊരു പ്രധാന കാര്യമാണല്ലോ. ശ്രീ റോണി മ്യൂട്ടാണ്, ഒന്ന് അൺമ്യൂട്ട് ആക്കുമോ? 2024 പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ന് അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് വോട്ട് ഓൺ അക്കൗണ്ട്, ഇത് വോട്ട് ഉറപ്പിച്ച മോദി സർക്കാരിന്റെ ഒരു ആത്മവിശ്വാസമല്ല ഈ ബജറ്റിൽ കാണുന്നത്. കാരണം 2019 ഇതുപോലെ തന്നെയായിരുന്നു. 2019 ഒരു വോട്ട് ഓൺ അക്കൗണ്ട് ആണ് അന്ന് അവതരിപ്പിച്ചത്. പക്ഷെ അന്ന് ദീർഘമായി സംസാരിച്ച ധനകാര്യമന്ത്രി ഒട്ടേറെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി, വോട്ട് ക്യാൻവാസ് ചെയ്യുന്നതിന് വേണ്ടി, വോട്ട് ക്യാച്ച് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയുണ്ടായി. പക്ഷെ എന്തുകൊണ്ട് 2024 വന്നപ്പോൾ അങ്ങനത്തെ പ്രഖ്യാപനം ഒന്നും ഇല്ലാതെ പോയി? അത് സർക്കാരിന് തുടർഭരണം ഉറപ്പായതുകൊണ്ടല്ല, മറിച്ച് ഇന്ന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യയുടെ സാമ്പത്തിക രംഗം കടന്നു പോകുന്ന വളരെ ദുർഘടമായിട്ടുള്ള വഴികളെ കുറിച്ച് ഭരണകൂടത്തിന്, സർക്കാരിന് കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ടാണ്. നമുക്കറിയാം. അല്ല, അങ്ങനെയാണെങ്കിൽ അല്ലല്ല ശ്രീ റോണി കെ ബേബി, അതിലൊരു വൈരുദ്ധ്യമുണ്ട്. 2019 വാരിക്കോരി 2019 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ബജറ്റിൽ ഈ കർഷകർക്കുള്ള പണം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ഇടുന്ന പദ്ധതി ഉൾപ്പെടെ വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. അത് അന്നത്തെ ഒരു ആത്മവിശ്വാസ കുറവ് കൂടി പ്രകടമാക്കുന്നതാണെന്ന് അന്നേ വിമർശനം ഉണ്ടായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങൾ എന്ന്. ഇത്തവണ അപ്പോൾ അത് ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആത്മവിശ്വാസ കുറവ് കേന്ദ്രത്തിലില്ല എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഒരു വൻ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. പക്ഷെ ഭരണത്തുടർച്ച ഉറപ്പായ സ്ഥിതിക്ക് ജൂലൈയിൽ ഞങ്ങൾ തന്നെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും. ഇക്കാര്യം ധനമന്ത്രി വ്യക്തമാക്കുന്നു, പ്രധാനമന്ത്രി അത് ഊന്നി പറയുകയും ചെയ്യുന്നു. എങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ, നമ്മൾ ഇന്നലെയൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ കേട്ട വാർത്തകൾ എന്തായിരുന്നു? ഈ പറയുന്ന കർഷകർക്കുള്ള ആ സ്കീം അത് 6000 രൂപയിൽ നിന്ന് 10000 രൂപയാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഒരു നേരിയ ഒരു വെട്ടിക്കുറവെങ്കിലും വരുത്തും. കാരണം നമുക്കറിയാം, ഇതിനു മുമ്പ് നടന്ന സംസ്ഥാന നിയമസഭകളിലേക്കൊക്കെ നടന്ന തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിന് തൊട്ടു മുമ്പ് ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വിലയിൽ ഒരു നാമമാത്രമായ കുറവെങ്കിലും വരുത്തിയിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പോൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട്. കാരണം സർക്കാരിന് മുമ്പിൽ സാമ്പത്തികമായി വലിയ വെല്ലുവിളികൾ ഇന്ന് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിലുണ്ട്. ഞാൻ അതാണ് പറഞ്ഞു വന്നത്. കാരണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ്, ഈ പറയുന്ന ബജറ്റിന്റെ തൊട്ട് തലേ ദിവസം നമുക്കറിയാം ഒരു എക്കണോമിക് റിവ്യൂ നമുക്കെല്ലാം കിട്ടുമായിരുന്നു. കാരണം സ്റ്റേറ്റ് ഓഫ് ദ ഇക്കോണമി അറ്റ് പ്രസന്റ്, എന്താണ് നിലവിലുള്ള സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ ചിത്രം. പക്ഷേ കുറെ നാളുകളായി, കുറെ വർഷങ്ങളായി നമുക്ക് അങ്ങനെ ഒരു എക്കണോമിക് റിവ്യൂ റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നില്ല. പാർലമെന്റിൽ അത് വയ്ക്കുന്നില്ല. അപ്പോൾ എന്താണ്, സർക്കാരിന് എന്തൊക്കെയോ അതിനകത്ത് മൂടി വെക്കുവാനുണ്ട്, മറച്ചു വെക്കുവാനുണ്ട്. ഇന്നും നമുക്ക് ഈ ഇന്ത്യയുടെ സമ്പദ് രംഗത്തിന്റെ കൃത്യമായ ചിത്രം നമ്മുടെ മുമ്പിലേക്ക് വരുന്നില്ല. അതാണ് ഇതിന്റെ ഒരു യഥാർത്ഥ പ്രശ്നം. മറ്റൊരു കാര്യം ശ്രീ റോണി കെ ബേബി, ഓർക്കേണ്ട ഒരു കാര്യം, മുൻപ് ഭരിച്ചിട്ടുള്ള സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ തന്നെ തിരിച്ചു വരും. അപ്പോൾ ഈ സാമ്പത്തിക വളർച്ച കൈവരിക്കേണ്ടത് ഞങ്ങളുടെ സർക്കാരിന്റെ നിലനിൽപ്പിന് തന്നെ പ്രധാനമാണ്. ഈ ഒരു ദീർഘവീക്ഷണം ഉണ്ടായിട്ടുണ്ട്. ആ ദീർഘവീക്ഷണത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത് ഭരണ തുടർച്ച തന്നെയാണ്. അതല്ലായിരുന്നുവെങ്കിൽ ഈ ഭരണം ഉറപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വോട്ട് കിട്ടുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രയാസമുള്ള കാര്യമാണ്. അത് കണ്ടറിഞ്ഞ് ആ വിഭാഗത്തിന് വേണ്ടി പ്രത്യേകമായ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന ഒരു പതിവ് എല്ലാ സർക്കാരുകളുടെയും അവസാന ബജറ്റിൽ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ തവണ കർഷകർക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചുവല്ലോ. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു വിഭാഗത്തെ തെരഞ്ഞുപിടിച്ച് പദ്ധതി പ്രഖ്യാപിക്കുവാൻ തയ്യാറായിട്ടില്ല. പതിവ് വരവ്